എല്ലാവർക്കും ശ്രീകുട്ടി എസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് MSW ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയുക, അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ MSWനെ പറ്റി ഇഗ്നോയിൽ MSW കോഴ്സിനെ പറ്റി ചെയ്ത വീഡിയോയ്ക്കകത്ത് ഒരുപാട് പേര് കമൻറ്റ്, ഒരുപാട് പേര് അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കാറുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട്. അതുപോലെ കമൻറ്റിനും ഞാൻ റിപ്ലൈ ഇടാറുണ്ട്. എങ്കിലും കുറേ പേർക്ക് കുറേ ഡൗട്ടുകൾ പിന്നെയും ചോദിച്ചത് തന്നെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനായിട്ട് കോമൺ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനൊരു Q&A ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ ഒരു എന്താ പറയണ്ടേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന കുറച്ച് കമൻറ്റും ഈ ഇഗ്നോർ MSW റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നത്. അപ്പം ആദ്യം കുറച്ച് എനിക്ക് വന്നിട്ടുള്ള കമൻറ്റുകൾ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചിട്ട് പറയാം. അപ്പോൾ ആദ്യം ഇതിൽ ചോദിച്ചിരിക്കുന്ന രണ്ടുപേരും ഒരേപോലെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വാലിഡ് ആണോ? MSW ഇഗ്നോയിൽ ചെയ്തു കഴിഞ്ഞാൽ വാലിഡ് ആണോ? സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടോ? നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുമോ? അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ടുകൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് രണ്ടുപേര് ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ MSW ഇഗ്നോയിൽ ബേസിക്കലി കുറേ അധികം കോഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. അതായത് നമുക്ക് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, നമുക്ക് ജോലിയുള്ളവർക്കൊക്കെ നമുക്ക് വീട്ടിൽ ഇരുന്ന് പഠിക്കുന്ന രീതിയിൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് ഇഗ്നോ എന്ന് പറയുന്നത്. അപ്പോൾ ഇഗ്നോയിൽ ഒരുപാട് കോഴ്സ് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാണ് MSW മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക്. ഈ മാസ്റ്റർ ഓഫ് സോഷ്യൽ വർക്ക് രണ്ട് കോഴ്സ് ഉണ്ട്. ഒന്ന് MSWCയും ഒന്ന് MSW ജനറലും. അതിൽ MSWC എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ തന്നെ ആയിരിക്കും നമ്മുടെ സ്പെഷ്യലൈസേഷൻ. ആ സ്പെഷ്യലൈസേഷൻ നമ്മളെടുത്ത് 2 വർഷത്തെ കോഴ്സ് ആയിരിക്കും ഉള്ളത്. MSW ജനറൽ എന്ന് പറയുന്നത് നമുക്ക് ലാസ്റ്റ് ഇയറിലായിരിക്കും നമ്മുടെ സ്പെഷ്യലൈസേഷൻ കിട്ടുന്നത്. 5-6 ടോപ്പിക്ക് തരും, അതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് MSWCയും MSW ജനറലും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പം ഞാൻ എടുത്തത് MSW ആണ്. MSW കൗൺസിലിംഗ് അല്ല ഞാൻ എടുത്തത്. പക്ഷേ രണ്ടുപേരും MSWC ആയാലും MSW ജനറൽ ആയാലും രണ്ടുപേരും ഒരേ രീതിയിൽ തന്നെയാണ് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടുപേരും ഒരേപോലെ തന്നെയാണ് ഒരേ പുസ്തകങ്ങളും കാര്യങ്ങളും. പിന്നെ അവർ കുറച്ചും കൂടെ കൗൺസിലിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്യും. അതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം വാലിഡ് ആണോ അവരുടെ സർട്ടിഫിക്കറ്റ്, ഇഗ്നോയിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് ആണോ എന്ന് ചോദിക്കുന്നവരോട് ഇത് വാലിഡ് ആണ്. ഈ ഇഗ്നോ ഒന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ MSW പഠിച്ച് ഇറങ്ങി നല്ല മാർക്കോട് കൂടി ജയിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഈ സർട്ടിഫിക്കറ്റ് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടും. ജോലി കിട്ടുന്നത് എന്തൊക്കെ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ഈ ഗവൺമെന്റിന്റെ തന്നെ കരാർ അടിസ്ഥാനത്തിൽ ഒരുപാട് എന്താ പറയണ്ടേ MSWക്കാരെ വിളിക്കുന്നുണ്ട്. അതുപോലെ NGOs, പ്രൈവറ്റ് ആയിട്ടുള്ള NGOസിൽ നിന്ന് MSWക്കാരെ എടുക്കുന്നുണ്ട്. അങ്ങനെ പല വനിതാ ശിശു വികസന ബോർഡിന്റെ അണ്ടറിൽ വരുന്ന അതിലുണ്ട്. പിന്നെ കേരള എയ്ഡ്സ് കൺട്രോൾ ബോർഡ്, അങ്ങനെ ഒരുപാട് ഗവൺമെന്റിന്റെ കരാർ അടിസ്ഥാനത്തിലുള്ള ജോബിലൊക്കെ വേക്കൻസി നമുക്ക് MSWക്കാർക്ക് വരുന്നുണ്ട്. അപ്പം വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ വാലിഡ് ആണ്. നമുക്ക് ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് പുറത്തു പോയ ഒരു തരത്തിലുള്ള ഇഷ്യൂയോ കാര്യങ്ങളോ ഒന്നുമില്ല. മറ്റ് എന്താ പറയുക ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയൊക്കെ പറ്റിക്കുന്ന പോലെ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇത് വാലിഡ് ആയിട്ടുള്ളത് തന്നെയാണ്. 2 വർഷത്തെ കോഴ്സാണ്. ഇപ്പോൾ സെമസ്റ്റർ ആക്കിയെന്ന് തോന്നുന്നു. ഞാൻ പഠിച്ച സമയത്ത് ഇയർ ആയിരുന്നു. അപ്പോൾ വാലിഡ് ആണോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും വാലിഡ് ആണ്. പിന്നെ റെഗുലറും ഈ MSW എന്താ പറയുക ഇവരുടെ ഇഗ്നോടെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യത്യാസമുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിപ്പം ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് തന്നെ ഗൂഗിൾ മീറ്റ് വഴിയായിരിക്കും. അപ്പോൾ അതിലൊക്കെ ലിമിറ്റേഷൻസും കാര്യങ്ങളും ഉണ്ട്. എങ്കിലും നമുക്കിപ്പോൾ ഒരു ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്താ പറയണ്ടേ റെഗുലറായിട്ട് പഠിക്കാൻ പാടുള്ളവർക്കൊക്കെ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നമുക്ക് 2 വർഷം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടും. അത് വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. പിന്നെ ഫീൽഡ് വർക്കിനെ പറ്റി കുറേ അധികം ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഫീൽഡ് വർക്കിനെ പറ്റി ഞാൻ പറയാം. ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് 30 ദിവസത്തെ ഫീൽഡ് വർക്കും 45 ദിവസത്തെ ഫീൽഡ് വർക്കും. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ എന്തെങ്കിലും പറയുന്നത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ വന്ന് തിരുത്തുക. കാരണം ഞാൻ ഈ കോഴ്സ് പഠിച്ചിറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 3 വർഷം കഴിയുന്നു. അപ്പം ഇതിൽ ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരാം. ഞാൻ പറയുന്നത് എൻ്റെ ഓർമ്മയിലുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് പറയുക. കാരണം ഞാൻ 3 വർഷം ആയതുകൊണ്ട് നമുക്ക് മെമ്മറിയിലെല്ലാം ഇരിക്കണമെന്നില്ല. അപ്പം 2 ഫീൽഡ് വർക്കാണ് ഒരു വർഷം ഉള്ളത്. മൊത്തം 4 ഫീൽഡ് വർക്കാണ് ഇഗ്നോയിൽ MSWനുള്ളത്. കൗൺസിലിങ്ങിനും ഇത് തന്നെ, ജനറലിനും ഇങ്ങനെ തന്നെ.
അപ്പം ഒരു വർഷം നമുക്ക് 45 ദിവസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട്, പിന്നെ 30 ദിവസത്തെ ഇന്റേൺഷിപ്പ് ഉണ്ട്. 45 ദിവസത്തെ ഇന്റേൺഷിപ്പും 30 ദിവസത്തെ ഇന്റേൺഷിപ്പും നമ്മൾ 45 കംപ്ലീറ്റ് ചെയ്തിട്ടാണ് 30 ഉള്ളത് എടുക്കുന്നത്. അപ്പോൾ ഈ ഇന്റേൺഷിപ്പിന് നമുക്ക് നമ്മുടെ സ്റ്റഡി സെന്ററിലെ സാറ് നമുക്ക് കുറേ സ്ഥലങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ആ ഓഫീസോ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അവരോട് നമ്മൾ ചോദിച്ച് അവിടെയാണ് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോകുന്നത്. പിന്നെ അവിടെ നടക്കുന്ന ആക്ടിവിറ്റിയാണ് ഇന്റേൺഷിപ്പ് എന്താ പറയണ്ടേ റെക്കോർഡിനകത്ത് നമ്മൾ ഫുള്ളും എഴുതേണ്ടത്. അവിടെ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ റോൾ എന്തായിരുന്നു, നമ്മൾ ഇന്നത്തെ ജോബ് കാര്യങ്ങൾ, നമ്മൾ എന്തൊക്കെ കേസാണ് ഇന്ന് കണ്ടത്, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇതാണ് ഇന്റേൺഷിപ്പ് വരുന്നത്. ഇനി ഇന്റേൺഷിപ്പിന്റെ റിസൾട്ട് വരുന്നത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് റിസൾട്ടിന് ഒരു മാസമോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മുടെ എല്ലാ റിസൾട്ടും വരുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഉറപ്പായിട്ട് ഇന്റേൺഷിപ്പിന്റെ വരും. ഇന്റേൺഷിപ്പിന്റെ ആണെന്ന് തോന്നുന്നു ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സബ്ജക്ട് വൈസ് ഉള്ളതിന്റെ മാർക്ക് വരത്തുള്ളൂ. അപ്പം രണ്ടാമത്തെ ചോദ്യം ഫീൽഡ് വർക്കിന്റെ അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന്റെ റിസൾട്ട് എപ്പോഴാണ് ഏത് സമയത്താണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ മാർക്കും കൂടെ വരുമ്പോൾ ആണ് വരുന്നത്. അതിനെക്കാട്ടിലും ഫസ്റ്റ്, അതായത് സബ്ജക്റ്റിന്റെ മാർക്ക് വരുന്നതിനെക്കാട്ടിലും ഫസ്റ്റ് വരുന്നത് ഇന്റേൺഷിപ്പിന്റെ മാർക്കായിരിക്കും വരുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഫീൽഡ് വർക്ക് ഏത് മാസമായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല, കാരണം 2 ബാച്ചാണ് ഇഗ്നോയിലുള്ളത്, ജൂണും ഡിസംബറും ഉള്ള ബാച്ച്. ഈ അഡ്മിഷൻ എടുത്ത് കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഈ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങുന്നത്. ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് അസൈൻമെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വരും. അസൈൻമെന്റ് കംപ്ലീറ്റ് ആവുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഇന്റേൺഷിപ്പും അവർ നടത്തി പോകാറുണ്ട്. അപ്പൊ ഇന്റേൺഷിപ്പിന് കറക്റ്റ് മാസമോ കാര്യങ്ങളോ ഞാൻ പഠിച്ച സമയത്ത് എനിക്ക് ഇല്ലായിരുന്നു. അതായിരുന്നു മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. പിന്നെ ക്ലാസ് എങ്ങനെ ആയിരിക്കും എന്ന് വെച്ചാൽ ക്ലാസ് നമുക്ക് ഓൺലൈൻ ആയിരിക്കും. നമുക്കൊരു ഗ്രൂപ്പ്, സ്റ്റഡി സെന്ററിന്റെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് എന്തൊക്കെ ക്ലാസ് ആണ്, ഇന്ന് ആരുടെ ക്ലാസ് ആണ് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് തരും. ഗ്രൂപ്പിനകത്ത് ലിങ്കും ഇട്ട് തരും. ആ ലിങ്കിൽ കയറി നമ്മൾ ഡയറക്റ്റ് നമുക്ക് ക്ലാസ്, എല്ലാ സാറുമാരും ക്ലാസ് എടുത്തു തരും. എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട്, എല്ലാ സബ്ജക്റ്റിനും സെപ്പറേറ്റ് സാറുമാരായിരിക്കും. അവർ നമുക്ക് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തു തരും. പിന്നെ എന്നോട് അഞ്ജന ജോർജ് എന്ന് പറഞ്ഞൊരു കുട്ടി എന്നോട് കമന്റ് ഇട്ടിരുന്നു. കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇട്ടെന്ന് പറഞ്ഞാൽ ആ സ്റ്റുഡൻറ്റ് ഇഗ്നോയിൽ MSWC കൗൺസിലിംഗ് ആണ് എടുത്തിട്ട്. അപ്പോൾ കൗൺസിലിംഗ് എടുത്തുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് ഇപ്പം 45 ചെയ്തുകൊണ്ടിരിക്കുവാണ്. 21 ദിവസം കഴിഞ്ഞു. അപ്പോൾ ഈ ഇന്റേൺഷിപ്പ് ചെയ്തുകൊണ്ട് കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഇന്റേൺഷിപ്പ് ചെയ്യണോ, അപ്പം ചില ഓർഗനൈസേഷനിലൊക്കെ പോകുമ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഇന്റേൺഷിപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. അപ്പം അങ്ങനെ ആകുമ്പോൾ കൗൺസിലിംഗ് അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളൊക്കെ പഠിച്ച സമയത്ത് ഇപ്പം നമ്മൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ സാറൊക്കെ പറഞ്ഞു തരും സ്റ്റഡി സെന്ററിലെ. അങ്ങനത്തെ സ്ഥാപനത്തിൽ പോയിട്ട് അവിടെ നടക്കുന്ന ആക്ടിവിറ്റി മാത്രം എഴുതിയാൽ മതി. അല്ലാതെ അവിടെ നമ്മൾ ഇതിന്റെ പാർട്ടാവണം അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അവിടുത്തെ സൂപ്പർവൈസർ എന്തൊക്കെ വർക്കാണോ ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് നമ്മൾ അവിടെ എന്തൊക്കെ ചെയ്തു, നമ്മുടെ ഇന്ന് നടന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും ഇന്ന് അവിടെ നമ്മൾ കണ്ട കാര്യങ്ങളും ഒക്കെയാണ് അതിനകത്ത് എഴുതുന്നത്. അതിൽ കൗൺസിലിംഗ് വരണമെന്നൊന്നുമില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയത്തില്ല. എൻ്റെ ഒരു അറിവ് വെച്ച് നമ്മൾ എന്താ പറയണ്ടേ, കൗൺസിലിങ്ങിനെ പറ്റി കൂടുതലായിട്ട് അങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്താ പറയണ്ടേ, നമ്മുടെ ആ സ്ഥാപനത്തിൽ പോയിട്ട് എന്താണോ നമ്മൾ കാണുന്നത് അതുമായിട്ട് ആ കാര്യങ്ങളും, അവിടെ ചില സ്ഥാപനത്തിൽ കേസുകളൊക്കെ വരും. അപ്പം അങ്ങനത്തെ കേസ് വർക്കും, അങ്ങനെ പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരുന്ന കേസുകളുടെ ഡീറ്റെയിൽസ് അങ്ങനെയാണ് നമ്മൾ എഴുതി പോയിക്കൊണ്ടിരുന്നത്. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് ഗാന്ധി ഭവനിൽ അതുപോലെ തന്നെ പഞ്ചായത്തിലൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ ചെയ്ത ഇന്റേൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗാന്ധി ഭവനിലും പഞ്ചായത്തിലുമായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവിടെ വരുന്ന പഞ്ചായത്തിലാണെങ്കിൽ ഓരോ ആൾക്കാർ വരുന്ന അവരുടെ ഓരോ സെക്ഷനെ പറ്റി, പഞ്ചായത്തിലെ അതായത് പഞ്ചായത്തിൽ ഓരോ സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെപ്പറ്റി, പഞ്ചായത്തിൻ്റെ ആക്ടിവിറ്റിയെ പറ്റി, പഞ്ചായത്ത് എന്താണ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട എന്താ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് എഴുതുന്നത്. അപ്പം കൗൺസിലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എഴുതണമെന്നില്ല. നമ്മൾ ഏത് സ്ഥാപനമാണോ പോകുന്നത് ആ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഡെയിലി ആക്ടിവിറ്റി എഴുതുക എന്നാണ് നമ്മുടെ സ്റ്റഡി സെന്ററിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ളതും ഞങ്ങൾ ചെയ്തതും. ഞങ്ങളുടെ ബാച്ചുകാരെല്ലാം ചെയ്തത് അങ്ങനെയാണ്. ഇനി അതിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അറിയത്തില്ല. എന്തായാലും സ്റ്റഡി സെന്ററിന്റെ സാറിനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ സ്റ്റഡി സെന്ററിൽ കോൺടാക്ട് ചെയ്യുക. അതും സ്റ്റഡി സെന്ററിൽ നമുക്ക് നമ്മുടെ ഇഷ്യൂ സോൾവ് ആയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് റീജിയണൽ സെന്ററിൽ വിളിച്ചിട്ട് നിങ്ങളുടെ പ്രോബ്ലം പറഞ്ഞ് ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുക. അല്ലാതെ നമ്മളിങ്ങനെ ഡൗട്ട് വെച്ചുകൊണ്ടിരിക്കരുത്, എങ്കിലേ നമുക്ക് ക്ലിയർ ആയിട്ട് വരും. അപ്പം ഞാൻ എൻ്റെ ഒരു ഇത് വെച്ച് ഞങ്ങളൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഏത് സ്ഥാപനമാണോ സെലക്ട് ചെയ്ത് ആ സ്ഥാപനത്തിൽ
ഡെയിലി നടക്കുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മുടെ റെക്കോർഡിനകത്ത് എഴുതുന്നത്. അപ്പോൾ അതുമായിട്ട് എഴുതിയാൽ മതി. അതിൽ മാർക്ക് കുറയോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഒന്നും കൂടെ എന്താ പറയണ്ടേ, ഞാൻ പറയുന്നത് എത്രമാത്രം ശരിയാണെന്ന് അറിയത്തില്ല, കാരണം ഞാൻ പഠിച്ച സമയത്തുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ സ്റ്റഡി സെൻറ്ററിലെ സാറുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഉള്ള ഡൗട്ടും കാര്യങ്ങളും ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അതാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും, നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ എന്നോട് വേറൊരു ഡൗട്ട് ചോദിച്ചത്, ഫീൽഡ് വർക്ക്, അതായത് അവരുടെ സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രമാണ്. കൊല്ലം സ്റ്റഡി സെൻറ്റർ ഇല്ലാത്തതുകൊണ്ട് ട്രിവാൻഡ്രത്താണ് സ്റ്റഡി സെൻറ്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്റ്റഡി സെൻറ്റർ ട്രിവാൻഡ്രത്താണ്, അതുകൊണ്ട് തന്നെ ഇന്റേൺഷിപ്പ് ട്രിവാൻഡ്രം എടുക്കണോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു കമൻറ്റ് കണ്ടു. അപ്പം അങ്ങനെയല്ല, നമ്മൾ ഏതാണോ, നമുക്ക് ഇപ്പം ഇഗ്നോയ്ക്ക് ഒരുപാട് സ്റ്റഡി സെൻറ്റർ ഉണ്ട്, 2 റീജിയണൽ സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ സ്റ്റഡി സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പല ജില്ലയിലും ഒരുപാട് സ്റ്റഡി സെൻറ്റേഴ്സ് ഉണ്ട്. അപ്പം നമുക്കിപ്പോൾ എനിക്ക് പെട്ടെന്ന് പറ്റുന്നത്, ഇപ്പം എൻ്റെ സ്ഥലം കൊല്ലമാണെങ്കിലും ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് പോയി വരാനൊക്കെ പറ്റുന്നത് ട്രിവാൻഡ്രം ആയിരിക്കും. അപ്പം ഞാൻ സ്റ്റഡി സെൻറ്റർ ട്രിവാൻഡ്രം എടുത്താലും ഞാൻ കൊല്ലത്തുള്ള എൻ്റെ പരിചയത്തിലുള്ള സ്ഥലമോ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോയി ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്താൽ മതി. പക്ഷേ ഈ സ്റ്റഡി സെൻറ്ററിൽ നിന്ന് പറയുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റൂ. അവർ കുറച്ച് ഇന്ന കാറ്റഗറിയിലുള്ള പെട്ട സ്ഥാപനങ്ങൾ പറഞ്ഞു തരും. അപ്പം അങ്ങനത്തെ സ്ഥാപനങ്ങൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ പോയാൽ മതി. പക്ഷെ നമ്മുടെ ലൊക്കേഷനിൽ അടുത്തുള്ളതോ നമുക്ക് പോയി വരാൻ പറ്റുന്നതോ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ മതി. അല്ലാതെ ട്രിവാൻഡ്രം സ്റ്റഡി സെൻറ്റർ ആയതുകൊണ്ട് ട്രിവാൻഡ്രത്ത് പോകണമെന്നില്ല, അങ്ങനെ ഒരിടത്തും പറഞ്ഞിട്ടില്ല. നമ്മുടെ വീട് ഏതാ, നമ്മുടെ വീട്ടിനടുത്ത് നമുക്ക് ഏത് സൗകര്യത്തിന് ഏതാണോ പറ്റുന്നത് അവിടെ പോവുക. ഇപ്പം നമുക്ക് അറിയാവുന്ന ചില സ്ഥാപനങ്ങൾ കാണും, അപ്പം അങ്ങനത്തെ ഉള്ള സ്ഥാപനത്തിൽ നമുക്ക് പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനും എടുക്കാനും ഒക്കെ ബെറ്റർ ആയിരിക്കും. അപ്പം നമ്മൾ സ്റ്റഡി സെൻറ്റർ ഏത് ജില്ലയിലായാലും നമുക്ക് ഏതാണോ പോയി ഇന്റേൺഷിപ്പ് ചെയ്യാൻ പറ്റുന്നത് ആ സ്ഥലം മാത്രം നമ്മൾ പോയി ചൂസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ എൻ്റെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി എന്താ പറയണ്ടേ, എല്ലാവരും വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഞാൻ പറയാം. എൻ്റെ വർക്ക് എക്സ്പീരിയൻസിനെ പറ്റി കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ വിളിച്ച് കോൺടാക്ട് ചെയ്ത് അത് നിങ്ങൾ ക്ലിയർ ആക്കാൻ നോക്കുക. സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്ത് കിട്ടിയില്ലെങ്കിൽ റീജിയണൽ സെൻറ്ററിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ഇഗ്നോയിൽ കോഴ്സ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. വാലിഡ് ആണ് അവർ സർട്ടിഫിക്കറ്റ്, PSC അപ്രൂവൽ ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ICDSന്റെ ഒരു കാര്യം എന്നോട് ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ MSW കഴിഞ്ഞവർക്ക് എടുക്കാൻ പറ്റിയ, MSW കഴിഞ്ഞവർക്ക് എഴുതാൻ പറ്റിയ എക്സാം ICDS എന്ന് പറഞ്ഞ എക്സാമാണ്. അത് ഞാൻ എഴുതിയിട്ടുള്ള ഒരാളാണ്. അത് MSW എടുത്തവർക്ക് പറ്റും. ഹോം സയൻസ്, സൈക്കോളജി, സോഷ്യൽ വർക്ക്, ഇങ്ങനെ 4 കാറ്റഗറിയിൽ പെടുന്നവർക്കാണ് ഇതെടുക്കാൻ പറ്റുന്നത്. 1 സോഷ്യൽ വർക്ക്, 2 സൈക്കോളജി, 3 ഹോം സയൻസ്, 4 സോഷ്യോളജിയോ സോഷ്യൽ വർക്കോ എന്നുണ്ടോ, ഇങ്ങനെ 4 എന്നുള്ള ആൾക്കാർക്ക് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ, ഈ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനും പറ്റത്തുള്ളൂ. അപ്പം ഞാൻ സോഷ്യൽ വർക്കിൻ്റെ അണ്ടറിലാണ് ഞാൻ പോയി എഴുതിയത്. അത്യാവശ്യം ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കൂടുതലും സൈക്കോളജിയിൽ നിന്നാണ് നമ്മളോട് ചോദിച്ചത്. അതെന്ന് പറഞ്ഞാൽ 4 വർഷം എങ്ങാണ്ട് കൂടുമ്പോൾ നടത്തുന്ന ഒരു എക്സാമാണ്. ഇപ്പം ഈ ICDSന്റെ എക്സാം കഴിഞ്ഞതേ ഉള്ളൂ. 4 വർഷം കൂടുമ്പോൾ നടത്തുന്ന എക്സാമാണ്. പിന്നെ സൈക്കോളജി ആയിരുന്നു ഈ പ്രാവശ്യം കൂടുതൽ ചോദിച്ചത്. അപ്പം ഈ PSC ഒക്കെ നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. കാരണം ഇതിൽ സ്ത്രീകൾക്ക് മാത്രമേ എഴുതാൻ പറ്റൂ, വേറെ ഹാൻഡിക്യാപ്ഡ് ആയിട്ട് അങ്ങനത്തെ ആർക്കും എഴുതാൻ പറ്റത്തില്ല, പുരുഷന്മാർക്കൊന്നും എഴുതാൻ പറ്റത്തില്ല. പിന്നെ ഈ 4 കോഴ്സ് പഠിച്ചവർക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് PGയിൽ MSW അല്ലെങ്കിൽ PGയിൽ ഹോം സയൻസ്, സൈക്കോളജി, സോഷ്യൽ വർക്ക് അങ്ങനെ ഏതായാലും മതി. ഡിഗ്രിയിൽ അങ്ങനെ ആവണമെന്നൊന്നുമില്ല. പക്ഷെ അവർ എഴുതിയിരിക്കുന്ന ഡിഗ്രിയിൽ ഏതെങ്കിലും ഈ പറഞ്ഞ കോഴ്സ് ഉള്ളവരായിരിക്കണമെന്നാണ്. പക്ഷെ അങ്ങനെയല്ല, നമുക്ക് ഏതെങ്കിലും എന്താ പറയണ്ടേ, PGയിലായാലും അങ്ങനെ മതി. ഞാൻ അപ്ലൈ ചെയ്ത് എഴുതിയിട്ടുള്ളത്, കാരണം ഞാൻ ഡിഗ്രിക്ക് BCom ആണ് പഠിച്ചത്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തത് PGയുടെ അടിസ്ഥാനത്തിലാണ്. PG ഞാൻ MSW ആണ് എടുത്തത്. അപ്പം എന്തെങ്കിലും ഡൗട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ എന്താ പറയണ്ടേ സ്റ്റഡി സെൻറ്ററിൽ കോൺടാക്ട് ചെയ്ത് അവിടുന്ന് നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ റീജിയണൽ സെൻറ്ററിൽ കോൺടാക്ട് ചെയ്യുക. എന്തായാലും എന്തോ ഉണ്ടെങ്കിലും ചോദിക്കുക, കാരണം റിസ്ക് വെച്ചുകൊണ്ടിരിക്കരുത്. നമ്മുടെ ഡൗട്ടും കാര്യങ്ങളും ഒക്കെ ക്ലിയർ ചെയ്യുക. അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി എൻ്റെ ജോബിൻ്റെ എക്സ്പീരിയൻസുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.